ഇപ്പോൾ അതിജീവിത പറയുന്നതാണെങ്കിലും അവർ കടന്നു പോന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തുറന്നു പറയാൻ നേരത്തെ തങ്ങൾ സൂചിപ്പിച്ച പോലെ തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ മഞ്ജു ആണെങ്കിലും അത് തുറന്നു പറയുകയും അതിൽ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് അതിൽ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നേരത്തെ അതിജീവിത പറഞ്ഞതുപോലെ ഇവർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ പല കോണുകളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പണം നൽകിയും അല്ലാതെയും നടക്കുന്നു എന്നാണ് അതിജീവിത തന്നെ പറയുന്നത്. അപ്പോൾ ഈ ആക്രമണങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനെ സധൈര്യം നേരിട്ടുകൊണ്ട് ഇങ്ങനെ തുറന്നു പറയാൻ തയ്യാറാകുമ്പോഴും നീതി പൂർണ്ണമായിട്ടില്ല എന്ന അതിജീവിതയും അതിനൊപ്പം നിന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെതിരെ സംസാരിച്ച മഞ്ജു വാര്യർ ഉൾപ്പെടെ പറയുന്നിടത്ത് നിന്നാണ് ചോദിക്കുന്നത്. ഇനിയും മേൽക്കോടതികളിലേക്ക് ഉൾപ്പെടെ പോകുമ്പോൾ നീതി ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അല്ല, പോകാതിരിക്കാൻ നമ്മൾക്ക് കഴിയില്ല. പക്ഷെ ഞാൻ ഹൈക്കോടതിയിലെ ജുഡീഷ്യൽ സംവിധാനത്തിനോടല്ല, ഹൈക്കോടതിയിലെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിനോടാണ് ചോദിക്കുന്നത്. നാണമില്ലേ? നാണം. ഈ രാജ്യത്ത് ജനങ്ങളുടെ പ്രതീക്ഷയായ ജുഡീഷ്യൽ സിസ്റ്റത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിൽ എത്ര നാൾ ഒരു പരാതി ഇങ്ങനെ ഇരിക്കും? ആ പരാതിയിൽ ഒരു നടപടി വേണ്ടേ? ആ പരാതിയിൽ നടപടി ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത്ര അഹങ്കാരം ക്രിമിനൽസിന് ഉണ്ടാകുന്നത്? ആ ക്രിമിനൽസ് ഇവിടെ കിടന്ന് യഥാർത്ഥത്തിൽ ജുഡീഷ്യറിയെ തന്നെയല്ലേ അവര് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും, നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ കഴിയും ഈ ക്രിമിനൽസ് എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. നിങ്ങൾ നോക്കിയിരുന്ന് കണ്ടോ? ഇന്ത്യൻ ജുഡീഷ്യറിക്ക് അപമാനമായി കേരള ഹൈക്കോടതി മാറരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഈ അക്കമിട്ട് നിരത്തിക്കൊണ്ട് എവിടെ എന്തൊക്കെ തനിക്ക് നിഷേധിക്കപ്പെട്ടു, എവിടെയൊക്കെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു, ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടു അതിനുള്ളത് അതിജീവിതയും പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതിന്റെ മറ്റു കാര്യകാരണങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് മഞ്ജുവിനെയും ഇരുവരോടും ഈ പോസ്റ്റ് ഇങ്ങനെയുള്ള ഇതിനെപ്പറ്റിയൊക്കെ പിന്നീട് താങ്കൾ സംസാരിച്ചിരുന്നു ഈ ദിവസങ്ങളിലേക്ക്? പൊന്നു കുഞ്ഞെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനും എന്റെ ഈ അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടി അതിഗംഭീരമായുള്ള ധൈര്യമുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ ഈ ജഡ്ജ്മെന്റ് വരുന്നതിന് മുൻപ് തന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. 5 കൊല്ലം അവർ നടത്തിയ അവരുടെ ട്രോമയുടെ തുടർച്ച അവർക്ക് ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. എന്തിന് അവര് മാത്രമാണോ? ഈ നാട്ടിൽ ഓരോ മനുഷ്യരും മനുഷ്യരായ മനുഷ്യർ, മൃഗങ്ങളല്ലാത്ത മനുഷ്യർ എത്രയോ ദിവസമായി ഉറങ്ങാതിരിക്കുകയാണ്. അപ്പൊ പോയിട്ട് അവരടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ത് അനൗചിത്യമാണ്. ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഞങ്ങൾ തളർന്നിട്ടില്ല, തളരുമെന്ന്. ഞങ്ങളുടെ തളർച്ച ഞങ്ങളെ തളർത്താനും ഞങ്ങളെ കഴിയിക്കാനും കുറെ ഓൺലൈൻ ചാനലുകളെ കൂട്ടുപിടിച്ച് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവരെ കൊണ്ട് പച്ചക്കള്ളങ്ങൾ എഴുതിപ്പിച്ചും പറയിപ്പിച്ചും അന്തസ്സില്ലാതെ കാര്യങ്ങൾ ചെയ്തും ഞങ്ങളെ കീഴ്പ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതണ്ട. ആ കരുതല് വാങ്ങി വെച്ചാൽ മതി. എന്താണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അറിയാമോ? ഞാനിപ്പോൾ ആ അതിജീവിത എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ചേച്ചിയാണ്. എന്നെ ചേച്ചി എന്നാ വിളിച്ചേക്കണേ. ഇന്നലെ വരെ ഞാൻ അഡ്വക്കേറ്റ് ആയിരുന്നു, അതിജീവിതയുടെ വക്കീൽ മാത്രമായിരുന്നു. അത് ഈ പറഞ്ഞ തെറ്റ് ചെയ്ത ആളുകൾക്ക് കേരളം ഒരു ശിക്ഷ കൊടുക്കാതെ വിടരുത്. തീർച്ചയായിട്ടും TB മിനി അതിജീവിതയുടെ അഭിഭാഷകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെയെങ്കിൽ ഇന്ന് അവരുടെ സഹോദരി എന്നോണമാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പോരാട്ടം തുടരുക തന്നെ ചെയ്യും, കീഴ്പ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതും.